ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു ലക്ഷറി ഇൻഡിപെൻഡൻറ്റ് ഹൗസാണ്. ഇതിൻ്റെ ലൊക്കേഷൻ തൃശ്ശൂരാണ്. 6 സെൻറ്റിൽ 2450 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഫുള്ളി ഫേർണിഷ്ഡ് 4 BHK ഹൗസാണിത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1.70 CR ആണ്. ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഇട്ട വ്ളോഗിൻ്റെ ഒരു തുടർച്ചയാണ്. നമ്മൾ ലാസ്റ്റ് വീക്കിൽ ചെയ്ത വ്ളോഗ് എന്ന് പറയുന്നത് ഗണേഷ് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രൊഫൈല്, അതുപോലെ തന്നെ ഒരു ലക്ഷറി വീട് നമ്മൾ ആ ഒരു വ്ളോഗിൽ കാണിച്ചിരുന്നു. അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള മിസ്റ്റർ ശരത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു കമ്പനിയുടെ ജേർണിയെക്കുറിച്ചും അതുപോലെ അവരുടെ കംപ്ലീറ്റഡ് പ്രൊജക്ട്സിനെ കുറിച്ചും അവർ ചെയ്യുന്ന സർവീസസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഗണേഷ് ബിൽഡേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കോൺട്രാക്ടിങ് ഫേം ആണ്. അപ്പം അവർ ഇതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള വീടുകളും ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ കൂടുതലും തൃശ്ശൂർ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊഫൈലൊക്കെ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ കാണിക്കുന്ന ഈ ഒരു വീടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാക്ത്രൂ ആണ് നമ്മൾ ഈ ഒരു വ്ളോഗിൽ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവരൊരു കോൺട്രാക്ടിങ് ഫേം ആണെന്നുള്ളത്. അപ്പം ഇവരുടെ ഈ ഒരു വീടുകൾ എനിക്കതിൽ കണ്ട ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ യുണീക്കായിട്ട് ഉള്ള വീടുകളാണ് ഇവർ ചെയ്യുന്നത്, നല്ല ക്വാളിറ്റിയിൽ. അതുപോലെ തൃശ്ശൂർ നല്ല ലൊക്കേഷൻസിലാണ് അവർ ആ വീടുകൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുറുക്കഞ്ചേരിയിലുള്ള എലൈറ്റ് ഹോസ്പിറ്റലിൻ്റെ നേരെ പുറകിലാണ്. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 300 മീറ്ററേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഒരു 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് 4 മേജർ ഹോസ്പിറ്റൽസ് ആണ് വരുന്നത്. ഒന്ന് എലൈറ്റ്, പിന്നെ മാതാ, സൺ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ മിഷൻ ഹോസ്പിറ്റൽ, പിന്നെ തൃശ്ശൂർ ടൗണിലേക്ക് ആണെങ്കിൽ ഒരു 1.7 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ ഒരു 4 to 5 മിനിറ്റ്സിൽ തൃശ്ശൂരിൻ്റെ എല്ലാ മേജർ ഏരിയയിലേക്കും എത്താൻ പറ്റുന്ന ഒരു നല്ല ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു വീടിരിക്കുന്നത്. പിന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാക്ത്രൂ ആണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഒരു വീട് കാണിച്ചപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും ആ ഒരു ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന രീതിയും, പിന്നെ നമ്മൾ എല്ലാം ഈവൻ എനിക്ക് തോന്നുന്നു ബെഡ്ഷീറ്റ്സ് അടക്കം നമ്മൾ ചെയ്തിട്ട് നല്ല രീതിയിൽ ക്വാളിറ്റിയിലാണ് അത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പലരും അത് കമൻറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു, നല്ല ക്വാളിറ്റിയുള്ളൊരു വീടാണ് ആ ഒരു പ്രൈസിന് എന്നുള്ളത്. അതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ വീട് ഓൾമോസ്റ്റ് ഒരു ക്ലോസിംഗ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പം ഇതിൽ കൊടുക്കുന്ന നമ്പർ ശരത്തിൻ്റെ ആണ്, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ലാൻഡ് ഉണ്ട്, നല്ലൊരു കോൺട്രാക്ടിങ് ഫേമിനെ നോക്കി നടക്കുകയാണ്, അല്ലെങ്കിൽ നല്ലൊരു ബിൽഡറെ നോക്കി നടക്കുകയാണ്, ഇതുപോലത്തെ ഇൻഡിവിജ്വൽ വീടുകളൊക്കെ ചെയ്യാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ശരത്തുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വാക്ത്രൂവിലേക്ക് പോകാം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു വീടിൻ്റെ എലിവേഷൻ വരുന്നത്. ഒരു കണ്ടംപററി സ്റ്റൈലാണ് ഈ വീട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര നന്നായിട്ടുണ്ട്. വാൾസൊക്കെ ആണെങ്കിലും ഡിസൈനർ വാൾസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വീടും ഒരു ഡിസൈനർ ഹോമാണ്, ഫുള്ളി ഫേർണിഷ്ഡ് ആണ്. നമുക്ക് 2 കാറ് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. 6 സെൻറ്റിൽ 2450 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK ഹൗസാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഗാർഡനിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനോടൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇനിയും ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വീടിന് ചുറ്റും കിടപ്പുണ്ട്. അവർ നല്ല നീറ്റായിട്ടാണ് ഈ ഒരു വീട് നമുക്ക് ഫിനിഷ് ചെയ്ത് തരുന്നത്. ഇനി നമ്മൾ വീടിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ നോക്കാം. കയറി വരുമ്പോൾ ഒരു സിറ്റ് ഔട്ട്, അവിടെ നമ്മൾ കയറുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ ഈ ലിവിങ് ഏരിയയിലൊക്കെ ആണെങ്കിലും എല്ലാം ഉണ്ട്, കേർട്ടൻസ്, ഫാൻ, ഫോൾ സീലിംഗ്. അതുപോലെ തന്നെ ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കളർ തീം ഭയങ്കര യുണീക്കായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ലിവിങ് നമ്മൾ ഡബിൾ ഹൈറ്റ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്രോസ് വെന്റിലേഷൻ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്തായിരുന്നു. അതുപോലെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ എടുത്ത് പറയേണ്ടതാണ്. ടൈൽസ്, അതൊക്കെ ഭയങ്കര യുണീക്കായിട്ടുള്ള പീസസ് ആയിട്ട് തോന്നി. ഇതാണ് ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഡൈനിങ്ങും ലിവിങ്ങും തമ്മിൽ ഒരു സെപ്പറേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് നല്ലൊരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ആ 2 ഏരിയയിലും വരുന്നുണ്ട്. സോ എല്ലാം നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെന്ന് പറയുന്നത് നമുക്ക് ആ ഡൈനിങ്ങിൻ്റെ വാഷേരിയാണ് വരുന്നത്. ഇനി നമുക്ക് കിച്ചൺ നോക്കാം. ഇതാണ് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. അതിനും ഒരു ഡിഫറെൻറ്റ് കളർ തീമാണ് അവർ യൂസ് ചെയ്തിരുന്നത്. കിച്ചണും എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള കിച്ചണാണ് നമുക്ക് വരുന്നത്. നല്ലൊരു ഡിഫറെൻറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് വരുന്നത്. അപ്പോൾ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിച്ചൺ, അതുപോലെ തന്നെ വർക്ക് ഏരിയ, പിന്നെ അവിടെ നമുക്കൊരു സെർവൻറ്റ് ടോയ്ലറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിച്ചനെ ബേസ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമുക്ക് അതിൻ്റെ ടോയ്ലറ്റ് വരുന്നത്. അപ്പം സെർവൻസ് ഒക്കെ വരാണെങ്കിൽ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു സെർവൻറ്റ് ടോയ്ലറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇത് വീടിൻ്റെ പുറകുവശമാണ്. അവിടെ നമുക്ക് വലിയൊരു കിണർ വരുന്നുണ്ട്. അപ്പം വെള്ളമൊക്കെ നല്ല സഫീഷ്യൻ്റ് ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പം അവിടെ നമ്മൾ കുറച്ച് ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ബാക്ക് സൈഡിൻ്റെ ഒരു വ്യൂ ആണ് വരുന്നത്. ഇനി നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്.
താഴത്തെ മെയിൻ ബെഡ്റൂമാണ്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. എല്ലാം, അതായത് ഈവൻ എനിക്ക് തോന്നുന്നു ബെഡ്ഷീറ്റ് അടക്കം ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓരോ റൂമിനും ഓരോ ഒരു കളർ തീംസ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സാധാരണ നമ്മൾ ബെഡ്റൂംസിൽ കാണാത്ത ഒരു കളർ കോമ്പിനേഷൻസ് ആണ്. അതുപോലെ തന്നെ ഈവൻ ആ ഫേർണിച്ചേഴ്സിൻ്റെ കളേഴ്സ് ആണെങ്കിലും എല്ലാം ഒരു പ്രത്യേക ഒരു ഡിസൈനിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബെഡ്റൂമിലേക്കൊക്കെ വരാണെങ്കിൽ എല്ലാം ഉണ്ട് കേട്ടോ, കർട്ടൻസ്, ബ്ലൈൻഡ്സ് എല്ലാം ഉണ്ട്. പിന്നെ ബാത്റൂമിൻ്റെ ആണെങ്കിലും ആ ഒരു സാധാരണ നമ്മൾ കാണാത്ത രീതിയിലുള്ള ടൈൽസാണ്. പിന്നെ നല്ല ക്വാളിറ്റിയാണ് അതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത്. സാധാരണ നമ്മളിങ്ങനെ പണിത് കൊടുക്കുന്ന വീടുകളിൽ കാണാത്തൊരു ക്വാളിറ്റി നമ്മൾ ഈ ഒരു ഇതിൽ കണ്ടതുകൊണ്ടാണ് നമ്മളത് ടേക്കപ്പ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം. ഇനി നമ്മൾ താഴെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ബെഡ്റൂമുകൾ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ചെറിയ സ്ക്വയർ ഫീറ്റിൻ്റെ വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷേ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് നമ്മൾ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഡ്രസ്സിങ് ഏരിയ, ടോയ്ലറ്റ്, അങ്ങനെ 4 ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഓരോന്നിനും ഞാൻ പറഞ്ഞല്ലോ ഓരോ കളർ കോമ്പിനേഷൻസും കളർ തീംസും ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വീട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഓരോരോ ഐറ്റംസിൻ്റെയും ഇന്ന ബ്രാൻഡുകളാണെന്ന് എടുത്ത് പറയുന്നില്ല. അത് അത്രയും നല്ല ബ്രാൻഡ് വെച്ചിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് താഴെ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ്, ഡൈനിങ്, പിന്നെ 2 ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, അവിടെ ഒരു ടോയ്ലറ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. മുകളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് നല്ലൊരു അപ്പർ ലിവിങ് ഏരിയ ഉണ്ട്. അപ്പോൾ അപ്പർ ലിവിങ് ഏരിയ എന്നുള്ളൊരു വ്യൂവും കാര്യങ്ങളാണ് ഇത് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വാൾ ആർട്സ് ഒക്കെ ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, പെയിൻറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ലൈറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഡ്രസ്സ് അങ്ങനത്തെ നമ്മളുടെ പേഴ്സണൽ ഐറ്റംസ് മാത്രം എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഇനി ഇത് മുകളിലത്തെ ബെഡ്റൂമാണ്. നമ്മൾ താഴെ കണ്ട പോലെ തന്നെ മുകളിലും നമുക്ക് 2 ബെഡ്റൂമുകളാണ് വരുന്നത്. എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആണ്. ഈ ബെഡ്റൂമിന് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ അതിനൊരു ഡ്രസ്സിങ് റൂം വരുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു കളർ ഷെയ്ഡ്സും കാര്യങ്ങളും കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓൾറെഡി ബെഡ്റൂമിലെല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് ബ്ലൈൻഡ്സ് ആണെങ്കിൽ എല്ലാം ഉണ്ട്. നമ്മളൊന്നും സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവരേണ്ട കാര്യങ്ങളില്ല. എല്ലാം ആ ഒരു കളർ തീമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു നമ്മുടെ കബേർഡ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ടോയ്ലറ്റും അതിൻ്റെ കളേഴ്സുമാണ് ഈ കാണുന്നത്. സോ എഗെയിൻ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളാണ് വരുന്നത്. ഇത് നമുക്ക് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. നമ്മൾ താഴെ കണ്ടിരിക്കുന്ന അതേ സെയിം ലേഔട്ടാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാം നമുക്ക് ആ ഒരു അപ്പർ ലിവിങ് ഏരിയനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടേക്ക് എല്ലാ കണക്ടിവിറ്റികളും വരുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമുക്ക് 4ാമത്തെ ബെഡ്റൂം. അപ്പോൾ നമുക്ക് മൊത്തം ഈ വീട്ടിൽ 4 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് താഴെ ഒരു സെർവൻറ്റ് ടോയ്ലറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് ആ ഒരു 4ാമത്തെ ആ ഒരു ടോയ്ലറ്റിൻ്റെ എഗെയിൻ ആ കളേഴ്സും കോമ്പിനേഷൻസൊക്കെയാണ് വരുന്നത്. ഇതൊക്കെയാണ് നമുക്ക് മൊത്തത്തിൽ ആ ഒരു ബെഡ്റൂമിൻ്റെ വ്യൂസും കാര്യങ്ങളും വരുന്നത്. ഇനി നമ്മൾ അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് എഗെയിൻ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി കം ഒരു ഓപ്പൺ ടെറസ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചെയറൊക്കെ ഇട്ടിരിക്കണമെങ്കിൽ നമുക്കൊരു ക്ലോസ്ഡ് ഏരിയയും വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ്. ഇത് നമുക്ക് ആ ഒരു മൊത്തം ആ ഒരു വീടിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്ന രീതിയിലാണ്. ആ ഒരു കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുമൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഓപ്പൺ ടെറസ് ഏരിയ വരുന്നത്. അവിടെ ആണ് ഞാൻ പറഞ്ഞ ആ ഒരു ബാൽക്കണി പോലത്തെ ഏരിയയിൽ അത് ക്ലോസ്ഡ് ആണ്. അവിടെ വേണമെങ്കിൽ നമുക്ക് ചെയറൊക്കെ ഇട്ടിട്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് എഗെയിൻ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും വേണമെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡ്രസ്സൊക്കെ അലക്കാനും ഉണക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. ഇതൊരു 220 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അപ്പം 2450 സ്ക്വയർ ഫീറ്റ് കൂടാതെയാണ് നമുക്ക് ഈ ഒരു 220 സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു ലേ ഔട്ട് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എഗെയിൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് കാണാനായിട്ട് ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ശരത്തിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ലോഗ്. താങ്ക് യു സോ മച്ച്.